അപ്പം നമുക്കിന്ന് ഇന്ത്യൻ സാധനങ്ങളൊക്കെ യു കെയിൽ വാങ്ങിക്കുമ്പോൾ എന്തോരം വില വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് ട്ടോ ഫാൽക്കൺ. നോട്ടിംഗ്ഹാമിൽ അത്യാവശ്യം ഇന്ത്യൻ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഷോപ്പാണിത്. ഇന്ത്യൻ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യ ആയാലും സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ കിട്ടോട്ടോ. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമല്ല കുർക്കുറെ. നമ്മുടെ നാട്ടിൽ ഇത് 20 രൂപയുള്ള പാക്കറ്റിന്. ഞാനിവിടെ നോക്കുമ്പോൾ ഇത് 3 റേറ്റാണ് ഇവിടെ കാണിച്ചേക്കണത്. 1 പൗണ്ടും 20 പെൻസും, അതായത് നമ്മുടെ നാട്ടിലെ 120 രൂപ. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ പോയത് ബിസ്ക്കറ്റിന്റെ സെക്ഷനിലോട്ടോ. അവിടെ നിന്ന് 2-3 ബിസ്ക്കറ്റ് ഞാൻ നേരെ പൊക്കി. ഞാനങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ നോക്കുമ്പോൾ അച്ഛനെ കാണാനല്ല. ദൈവമേ, ഒറ്റക്ക് വിടുന്നത് റിസ്ക് ആണെന്നുള്ളത് കൊണ്ട് ഞാൻ നേരെ ഓടിപ്പോയി ആളെ കണ്ടുപിടിച്ചു. ആ നേരെ കൊണ്ട് ആൾ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ പോയത് നമ്മുടെ മെയിൻ സെക്ഷനായ സ്പൈസസിന്റെ ഒക്കെ സെക്ഷനിലോട്ടാണ്. ബ്രിട്ടീഷുകാർക്കൊക്കെ എന്ത് സ്പൈസസ്, പക്ഷെ നമുക്ക് ഇതില്ലാതെ പറ്റൂല. പിന്നെ അവിടെ നിന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വന്നത് സൗത്ത് ഇന്ത്യയുടെ സെക്ഷനിലോട്ടാണ്. അവിടെ ഒരു കൃത്യമായിട്ട് അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ കിട്ടുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൽ നിന്ന് ഒരു ഗരം മസാല എടുത്ത്, അതും ബ്രാഹ്മിൻസിന്റെ. അത് കിട്ടിയതിന്റെ സന്തോഷമാണെന്ന് അറിയാൻ വേണ്ടി ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഗ്രാൻഡ് മാസിന്റെ പലതരം അച്ചാറുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിന്റെ റേറ്റ് നോക്കിയപ്പോൾ ഒരു കുപ്പിക്ക് വന്നത് 200 രൂപ നമ്മുടെ നാട്ടില്. പക്ഷെ അതിൽ നിന്ന് പറഞ്ഞാൽ പൊക്കി. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് കുറച്ച് പൊടികളൊക്കെ എടുക്കാനായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വിട്ട് നമ്മുടെ പച്ചക്കറി സെക്ഷനിലോട്ടാണ്. അവിടെ നിന്ന് അച്ചിങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ എന്നോട് ഓരോ സാധനങ്ങൾ കാണിച്ചിട്ട് എടുക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 5 കിലോ പൊട്ടറ്റോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് 4.5 പൗണ്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം 450 രൂപ. പിന്നെ അപ്പുറത്തുനിന്ന് നേരെ പോയിട്ട് സവാള എടുത്ത്, അതും ബോംബെ സവാള. പിന്നെ അവിടെ നിന്ന് കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ഉള്ളി, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ എടുത്തായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വീട്ടിലത്തേക്ക് വാങ്ങിച്ചേക്കണത്. നമുക്ക് ബില്ല് അടിച്ച് കഴിയുമ്പോൾ എത്രയാണ് എമൗണ്ട് വന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ സാധനങ്ങളെല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 40 പൗണ്ടായി. നമ്മൾ അത് പേ ഒക്കെ ചെയ്ത് നേരെ കാറിൽ വന്നിട്ട് നേരെ മൊത്തം ലിസ്റ്റ് എടുത്ത് നോക്കി. അങ്ങനെ ടോട്ടൽ നമ്മൾ 15 ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഫാൽക്കണിൽ നിന്ന് വാങ്ങിച്ചേക്കണത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബില്ലിലെ എമൗണ്ട് ഞാൻ നേരെ റിമിറ്റ്ലിയിൽ അടിച്ചു നോക്കി. നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം 4633 രൂപ. എങ്ങനെ ഇരിക്കണം? എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.